ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിലും ഉത്സവ നാളുകൾ. എട്ടാം വിളക്കുത്സവത്തിന് തുടക്കമായി. ഫെബ്രുവരി 15-നാണ് കൊടിയേറ്റം. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ബുധനാഴ്ച ദ്രവ്യകലശാരംഭത്തോടെയാണ് എട്ടാം വിളക്കുത്സവത്തിന് തുടക്കമായത്. ശനിയാഴ്ചയാണ് ഉത്സവ കൊടിയേറ്റം നടക്കുക. തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ രാത്രി 7-നാണ് കൊടിയേറ്റം. മേൽശാന്തി തെക്കുംപറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനുമാകും. തുടർന്ന് ഉത്രം വാരസദ്യയും നടക്കും. 8 മണി മുതൽ ഭക്തിഗാനമേളയും ഉണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. പിന്നെ 15-ാം തീയതി ഒന്നാം വിളക്ക് രാവിലെ 5:30 ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ 108 നാളികേരത്തോടു കൂടിയുള്ള മഹാദ്രവ്യ ഗണപതി ഹോമവും, അതിനുശേഷം 6 മണിക്ക് മഹാപായസ ഹോമവും നടത്തപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഉപദേവന്മാരായ ഗണപതി, ശിവൻ, നവഗ്രഹങ്ങൾ, രക്ഷസ്, സർപ്പങ്ങൾ, അതുമാതിരി നമ്മുടെ ഈ ദേവന്മാരുടെ പ്രതിഷ്ഠാദിനവും കൂടി ആചരിക്കുന്നുണ്ട്. പിന്നെ അന്ന് രാവിലെ 9 മണിക്ക് നമ്മുടെ സമാദരണ സദസ്സാണ്. ക്ഷേത്രം കാലങ്ങളായി സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന കലാകാരന്മാരെയും എല്ലാവരെയും ആ രീതിയിൽ ആദരിക്കുന്ന ചടങ്ങാണ്. അത് ദേവസ്വത്തിൻ്റെ മേൽനോട്ടത്തിലുള്ള എൻഡോവ്മെൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ ബ്രഹ്മശ്രീ ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാടിൻ്റെ സ്മരണാർത്ഥമുള്ള എൻഡോവ്മെൻ്റ് ഉണ്ട്. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് കൊടിയേറ്റ ദിവസത്തെ ചടങ്ങുകൾ തുടങ്ങുക. രാവിലെ 9:30 പുരസ്കാര സമർപ്പണം നടക്കും. മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ എം ദണ്ഡപാണി ഉദ്ഘാടനം ചെയ്യും. തന്ത്രി അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാട് സ്മാരക എൻഡോവ്മെന്റ് പുരസ്കാരം പൊറവന്നൂർ എടക്കാട് പ്രസാദ് നമ്പൂതിരിക്കും, ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ സ്മാരക എൻഡോവ്മെന്റ് സമർപ്പണം കൊമ്പ് കലാകാരൻ വടശ്ശേരി രാമകൃഷ്ണനും, പൂക്കാട്ടിരി പൊതുവാൾ സ്മാരക എൻഡോവ്മെന്റ് സമർപ്പണം വാദ്യകലാകാരൻ മഞ്ചേരി ഹരിദാസിനും, ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവ് ഏർപ്പെടുത്തിയ 10ാമത് ശ്രീ ധർമ്മശാസ്ത്ര പുരസ്കാരം ഇലത്താളം കലാകാരൻ ചെത്തല്ലൂർ ഹരിക്കും സമ്മാനിക്കും. ഫെബ്രുവരി 16-ന് സംഗീതോത്സവവും നടക്കും. ഫെബ്രുവരി 22-നാണ് എട്ടാം വിളക്കുത്സവം. അതുവരെയുള്ള ദിവസങ്ങളിൽ ഓട്ടൻതുള്ളൽ, തിരുവാതിരക്കളി, ചാക്യാർകൂത്ത്, കഥാപ്രസംഗം, കഥകളി, നൃത്തോത്സവം, ഡബിൾ തായമ്പക തുടങ്ങിയ പരിപാടികളും നടക്കും. രാവിലെ 7:30 തൊട്ട് 9 മണി വരെ കാഞ്ഞങ്ങാട് മുരളി മാറാരുടെ നേതൃത്വത്തിലുള്ള പാഞ്ചാരി മേളവും, 11 മണി മുതൽ 1 മണി വരെ മഹാപ്രസാദം കൂട്ടും. അതുപോലെ തന്നെ വൈകിട്ട് ശ്രീഭൂത ബലി, അങ്ങനെയുള്ള ക്ഷേത്ര ചടങ്ങുകളും, അതേപോലെ തന്നെ ചില മഹാക്ഷേത്രങ്ങളിൽ മാത്രം കാണുന്ന, അതായത് ഗുരുവായൂർ പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ മാത്രം കാണുന്ന 3-ാം വിളക്ക് മുതൽ 8-ാം വിളക്ക് വരെ ഉള്ള ഉത്സവ ബലി എന്ന നമ്മുടെ തന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് നമ്മുടെ അയ്യപ്പൻകാവിലും ആ ചടങ്ങ് ആചരിക്കപ്പെടുന്നുണ്ട്. 3-ാം വിളക്ക് മുതൽ 8-ാം വിളക്ക് വരെ ഉള്ള 6 ദിവസത്തെ ഉത്സവ ബലി ചടങ്ങ്. അത് നമ്മൾ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കാണുന്നതാണ്. അത് ചെപ്പശ്ശേരി അയ്യപ്പൻകാവിലും ഉണ്ട് എന്ന് അറിയിക്കുന്നു. ഗുരുവായൂരിൽ 5 ദിവസമേ ഉള്ളൂ അല്ലേ, ഇവിടെ 6 ദിവസമുണ്ട്. അങ്ങനെ ഒരു ചടങ്ങ് കൂടി ഉണ്ട്. ഇതിലെ സാമൂഹ്യ പ്രതിബന്ധം എന്നുള്ള എനിക്ക് നമ്മൾ കുറേ വർഷങ്ങളായി നമ്മളെ ഈ പ്രസാദം ഇട്ട് നമ്മുടെ ചെപ്പശ്ശേരി ആശുപത്രിയിലേക്കും അതുപോലെ ഇവിടെയുള്ള ഉണർവിലേക്കും നമ്മൾ ആ അന്നദാനം അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കിടപ്പ് രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഈ അന്നദാനം 10 ദിവസം നടത്തുന്നുണ്ട്. 22-ന് എട്ടാം വിളക്കുത്സവത്തിൽ രാവിലെ ശിവേലിയും കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും നടക്കും. തുടർന്ന് 11 മണി മുതൽ കഞ്ഞിസദ്യ ആരംഭിക്കും. 3 ആനകളുടെ അകമ്പടിയിൽ ഗംഭീര പഞ്ചവാദ്യവും ഉണ്ടാകും. 23-ന് പള്ളിവേട്ടയും 24-ന് ആറാട്ടും ആഘോഷിക്കും. ഉത്സവ ദിവസങ്ങളിൽ എല്ലാ ദിവസവും പ്രസാദഊട്ടും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. CCN ചെർപ്പുളശ്ശേരി.